ശനിയാഴ്ച രാവിലെ 8 മണി കഴിഞ്ഞ് കേട്ടോ കിച്ചണിലേക്ക് വരികയാണ്. അങ്കിത്ത് സ്കൂളിൽ പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്കിത്തിന് ശനിയാഴ്ചയും വർക്കിംഗ് ആണ്. രാഖയ്ക്ക് ശനി ഞായറും അവധി. അപ്പോൾ രാഖയുണ്ട്. ഒരു കാര്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ വ്ളോഗിൽ. അതെന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ വീട് മാറുക കേട്ടോ. നമുക്ക് ഏറ്റവും താഴത്തെ ഫ്ലോറിൽ ഒരു വീട് ഒഴിഞ്ഞു കിട്ടി. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മാറുകയാണ്. ഈ ബ്ലോക്കിലല്ല കേട്ടോ, കുറച്ചങ്ങോട്ട് മാറിയിട്ടാ റോഡ് സൈഡിലോട്ടാ. നമ്മളിത് കുറച്ച് അകത്തോട്ടല്ലേ. ഇപ്പം നിലവിൽ നമ്മൾ 2nd ഫ്ലോറാണ്. അപ്പോൾ അന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് 2nd ഫ്ലോർ എടുത്തത്. പക്ഷേ ഇപ്പോൾ സാധനങ്ങൾ കയറ്റാനും അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് താഴത്തെ നില വേണം, നല്ലത് അതാണെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരെണ്ണം ഒഴിവ് വന്ന ഉടനെ തന്നെ അപ്ലൈ ചെയ്ത് കിട്ടി. ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ കിട്ടാൻ പാടാ. നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് 12 വർഷമായി കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം അങ്കിത്ത് ജനിച്ചതും എല്ലാം. അങ്കിത്ത് സ്കൂളിൽ പോയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രാവിലെ 6 മണിക്ക് പതിവ് പോലെ എഴുന്നേറ്റ് പാലൊക്കെ കാച്ചി. പിന്നെ അങ്കിത്തിന് ഹോളിഡേ ഹോംവർക്ക് കുറേ സബ്മിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ നിന്നൊന്നും ചെയ്തില്ല. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അവൻ രാത്രി 1:30 വരെ ഇരുന്ന് ഹോളിഡേ ഹോംവർക്കൊക്കെ തീർത്തിട്ടാണ് ഇന്ന് സ്കൂളിൽ പോകുന്നത്. ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയപ്പോൾ ഞാൻ കാണിച്ചില്ല, അവൻ ഞങ്ങളെ തിരിഞ്ഞു പോലും നോക്കാതെ ഒട്ടും ഇഷ്ടമില്ലാതെ പോയത്. കാരണം ഈ ഹോളിഡേ ഹോംവർക്ക് കിടക്കുന്നതുകൊണ്ട് അവനൊരു പേടിയായിട്ടായിരുന്നു വന്ന് പോയത്. ഇന്നെല്ലാം തീർത്തതിൻ്റെ ആ ഒരു സന്തോഷം മൊത്തത്തിൽ കാണുന്നുണ്ട്. എനർജി ആയിട്ടാണ് പോകുന്നത്. ഇന്ന് ഞാൻ അവന് ഫുഡൊന്നും കൊടുത്തു വിട്ടില്ല കേട്ടോ. ഞാൻ പൈസ കൊടുത്തിട്ട് പറഞ്ഞു അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചോളാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ നല്ല ഫുഡ് എന്തായാലും കിട്ടും. ഇന്ന് രാവിലെ എന്തായാലും ശനിയാഴ്ചയാണ്, അതുകൊണ്ടൊരു മടിയായിട്ട് ഞാൻ പൈസ കൊടുത്ത് വിടുന്നേ ഉള്ളൂ. രാക്കയെ നിൽക്കുന്ന ദിവസമാണല്ലോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കിഴങ്ങേറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കിഴങ്ങ് നമ്മുടെ കപ്പക്കിഴങ്ങ് പോലത്തെ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ കിട്ടുന്നത്. രാക്കയെ രാവിലെ അങ്കിത്ത് പോകാൻ നേരം ഒന്ന് എഴുന്നേറ്റിട്ട് വീണ്ടും കിടന്നു ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും ഇറങ്ങുകയാണ്. ഞാൻ പിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. പിന്നെ വീട് മാറുന്ന ആ ഒരു തിരക്കായതുകൊണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ വെച്ചേക്കും. ഒന്നും ഞാൻ അതായത് സ്ഥാനങ്ങളിൽ വെക്കുന്നില്ല. കാരണം എന്തായാലും ഇത് ഷിഫ്റ്റ് ചെയ്യണം. ഈ ആഴ്ച തന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ഞാൻ കുറച്ച് ഹോൾ സ്പൈസസ്, എള്ള്, നട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് ഇരിക്കുകയും ചെയ്യും. പിന്നെ ഇവിടെയൊക്കെ അത്ര നല്ലത് കിട്ടത്തില്ല. നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ നല്ലത് കിട്ടുന്നത്. പിന്നെ ബേക്കറി ഐറ്റംസ് കുറേ ഇവിടെ ഇരിപ്പുണ്ട്. ചിറ്റപ്പനും പാറുവും വാങ്ങി തന്നതാട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഞങ്ങൾ കഴിച്ചു. ബാക്കി പൊട്ടിക്കാതെ തന്നെ ഇങ്ങനെ വെക്കുക. എന്തായാലും ഇപ്പോൾ പൊട്ടിച്ച് വെച്ചാൽ അതൊക്കെ തണുത്ത് പോകും. അപ്പം അങ്ങനെ തന്നെ ഞാൻ അതിനകത്ത് തന്നെ ഇങ്ങനെ ഇപ്പം തൽക്കാലം വെക്കുകയാണ്. ഇനി പുതിയ വീട്ടിലോട്ട് ചെന്നിട്ട് മെല്ലെ മെല്ലെ പൊട്ടിക്കാം. അത്യാവശ്യം ഉണ്ടെങ്കിൽ കഴിക്കാമല്ലോ വെച്ചു. കുറച്ചൊക്കെ എടുത്ത് കഴിച്ചു കിട്ടോ. അതിലും നമ്മുടെ ചിപ്സും നട്ട്സും എന്തൊക്കെയോ ഉണ്ട്. പിന്നെ തുണി ഓൾമോസ്റ്റ് കഴുകി കഴിഞ്ഞു. ഇത് ലാസ്റ്റ് ലോട്ട. ഇതും കൂടെ ഉണങ്ങിയാൽ മടക്കി വെച്ച് കൊണ്ടുപോകാം. പിന്നെ ഇനി വരുന്ന തുണികൾ മെല്ലെ മെല്ലെ കഴുകിയാൽ മതിയല്ലോ. അത് മടക്കാൻ വേണ്ടി ഞാൻ ദേ എടുത്തിട്ടുണ്ട്. ഓരോ പെട്ടികളിലാക്കി വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകാനും എളുപ്പമാണ്. അപ്പോൾ ആ വീട് ഒന്ന് ക്ലീനിങ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തരും. അപ്പോൾ ഈ ആഴ്ച എന്തായാലും ഈ വെള്ളിയാഴ്ച തൊട്ടിട്ട് ഷിഫ്റ്റ് ചെയ്യും നമ്മൾ. ഉരുളക്കിഴങ്ങ് കഴുകി മുറിച്ച് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പുട്ടിനുള്ള മാവും നനച്ചിട്ട് തേങ്ങയൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. ഈസി ആയിട്ട് എളുപ്പത്തിലൊരു കുക്കർ കിഴങ്ങ് കറി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മൊത്തത്തിൽ 5 കുക്കറുണ്ട്. 5 ലിറ്ററിൻ്റെ ഒരു യുണൈറ്റഡ്, 2 ലിറ്ററിൻ്റെ ഒരു സൺഫ്ലെയിം, 3 ലിറ്ററിൻ്റെ വീതം ഒരു അലൂമിനിയം പ്രസ്റ്റീജും പിന്നെ നമ്മുടെ സ്റ്റീലിൻ്റെ പ്രസ്റ്റീജും ഉണ്ട്. അതുകൂടാതെ ഇപ്പോൾ വാങ്ങിയ ബട്ടർഫ്ലൈയുടെ 3 ലിറ്ററും ഉണ്ട്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് കുക്കർ ഏതാണെന്ന് വെച്ചാൽ പ്രസ്റ്റീജ് തന്നെയാട്ടോ. പ്രസ്റ്റീജാണ് സൂപ്പർ. അതിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഒരു പഴയ അലൂമിനിയം പ്രസ്റ്റീജിൻ്റെ 3 ലിറ്ററിൻ്റെ കുക്കറുണ്ട്. അത് എനിക്ക് ഇപ്പോഴും അത് മാറ്റാൻ പറ്റുന്നില്ല. അതിന് പിടി മാത്രം കുറച്ച് ലൂസായി. ഞാൻ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ബാക്കി ഒരു കുഴപ്പവും ഇല്ല. ഇതുവരെ ഒരു കുഴപ്പവും പറ്റാത്തൊരു കുക്കറാണ് അത്. നമ്മൾ എപ്പോഴും നല്ല സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത് കുറേ നാൾ നിൽക്കും എന്ന് പറയുന്നത് നമുക്ക് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ പ്രസ്റ്റീജ് തന്നെ സൂപ്പർ. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ചായയും കൂടെ ഇടുന്നുണ്ട്. കുക്കറിൽ നമ്മുടെ കിഴങ്ങ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ പുട്ടും ചുട്ടെടുക്കുന്നുണ്ട്. ഞാൻ ഈ സൺഫ്ലെയിമിൻ്റെ കുക്കർ ഇപ്പോൾ പുട്ട് ഇടാനേ ഉപയോഗിക്കുന്നത്. അത്ര ക്വാളിറ്റി ഒന്നുമില്ല സൺഫ്ലെയിം കുക്കറിന്. പുട്ട് റെഡിയാക്കി എടുത്തു. കിഴങ്ങറി ജസ്റ്റ് മഞ്ഞപ്പൊടിയും നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ അതും ഉപ്പും കൂടി ഇട്ടൊന്ന് വേവിച്ചിട്ട് ലൂസാക്കി കടുവറുത്ത് നമ്മുടെ വറ്റൽമുളകൊക്കെ ഇട്ടെടുത്താൽ രാക്കയ്ക്ക് ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടം. കുറച്ച് ലൂസാക്കി എടുത്തു, പുട്ടിനല്ലേ. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ കുറച്ചൊക്കെ കഴിച്ചെന്ന് പറഞ്ഞല്ലോ. ഇത് മാക്രോൺസ് ആണ്. ഇത് ഫുൾ അങ്കിത്ത് തന്നെയാണ് കഴിച്ചത് കേട്ടോ. അങ്കിത്തിൻ്റെ ഫേവറേറ്റ് ആയിട്ട് പാറു അവന് വേണ്ടി വാങ്ങിച്ചു കൊടുത്തത്. പല കളറുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചുമന്ന അലുവ. കൊല്ലത്ത് സുപ്രീം എന്ന് ഒരു ബേക്കറി ഉണ്ട്, അവരുടെ നല്ല അൽവയാണ്. അത് ചിറ്റപ്പം വാങ്ങി തന്നായിരുന്നു. അതെന്തായാലും മുറിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മടക്ക്, ഇതും പാറു വാങ്ങി തന്നതാണ്. അത് ഞങ്ങൾ പൊട്ടിച്ച് കഴിച്ചു കേട്ടോ. ഇനി ഒരെണ്ണം കൂടെ ഉള്ളത് രാത്രിയിൽ പൊട്ടിച്ച് കഴിച്ചിട്ട് ബാക്കി വെച്ചതാ. നമ്മുടെ നാടൻ അലുവ മുറിച്ചടിച്ചിട്ടുണ്ട്. ഈ അലുവയൊക്കെ നമ്മുടെ നാട്ടിലെ കിട്ടും. ഇവിടുത്തെ അലുവയൊന്നും എനിക്ക് അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. 3:30 കഴിഞ്ഞപ്പോൾ അങ്കിത്ത് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. All my work is done. I can take everything slow paced again.
നീ പോയപ്പോഴേ സന്തോഷമായിരുന്നു നമുക്ക് മനസ്സിലായി. എന്താ പറഞ്ഞു മാമൊക്കെ? അങ്കിത്തിന്റെ ഹോളിഡേ ഹോംവർക്ക് ഒക്കെ അങ്ങനെ സബ്മിറ്റ് ചെയ്തു. ഇതിനൊക്കെ മാർക്കുള്ള കേട്ടോ. എന്തോ ഫുഡ് കഴിച്ചേ? എന്താ പറ. അങ്കിത്തിന് ഞാൻ കുറച്ച് ഒണിയൻ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്ക്കകത്ത് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ആ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ തലേന്ന് ബാക്കിയിരുന്ന കുറച്ച് ചോറുണ്ടായിരുന്നു, അത് പുറത്ത് വെച്ച് തണുപ്പൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ലെഫ്റ്റ് ഓവർ റൈസ് വരുമ്പോൾ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടും ചെയ്യാം. ചെറിയ ചൂടോടെ അത് എങ്ങനെയേ കഴിക്കാൻ, കറിയൊന്നും വേണ്ട. അങ്കിത്തിന് ഞാൻ കൂടെ ഒരു ബൗള് തൈരും കൂടെ കൊടുക്കുന്നുണ്ട്. അവനെല്ലാം കഴിഞ്ഞ് ട്യൂഷന് പോകാൻ പോവാണ്. അപ്പോൾ മൊത്തത്തിൽ ഞങ്ങൾ ബാക്ക് ടു റൂട്ടീൻ എന്ന് പറയുന്ന പോലെ അതൊക്കെ സെറ്റായി വരുന്നുണ്ട്. ഇനി വീട് മാറുന്ന ഒരു ടെൻഷനിലാണ്, കാരണം കുറച്ച് പണിയാണേ ഈ വീട്ടിൽ നിന്ന് മറ്റേ വീട്ടിലോട്ട് മാറുന്നത്. ഡിന്നറിന് മിക്സ് വെജും എഗ് മസാലയും ബട്ടർ റൊട്ടിയും വാങ്ങി. രാത്രി ഡിന്നർ ഉണ്ടാക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ മടക്കി വെച്ച് കുറച്ച് നേരം നിന്നപ്പോൾ പിന്നെ അങ്ങ് ക്ഷീണമായിപ്പോയി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഇങ്ങനെ അങ്ങ് തള്ളി നീക്കി. നമ്മൾ നാട്ടിലോട്ട് പോയ കുറച്ച് വിശേഷം നേരത്തെ ഒരു വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അതിന്റെ ബാക്കിയായത് കേട്ടോ. നമ്മളിപ്പോൾ യു പിയിലെ ഝാൻസിയിലാണുള്ളത്. അപ്പോൾ രാവിലെ രാക്കേ ബാത്റൂമിലുണ്ട്, അങ്കിത്ത് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഞാൻ എന്തേ എഴുന്നേറ്റ് തുറന്നു നോക്കിയപ്പോൾ പുറത്ത് കാണുന്നത് ജസ്റ്റ് ഈ ഝാൻസി പട്ടണത്തിലുള്ള വീടുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഒരു ഗ്രാമമാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ഗ്രാമം. നമ്മുടെ ഝാൻസി റാണിയുടെ സ്ഥലമാണ്. പണ്ട് നമ്മൾ സ്കൂളിൽ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഝാൻസി കി റാണി. ഉത്തർപ്രദേശിലെ ഝാൻസിയ. അപ്പോൾ രാവിലെ ഫ്രഷ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങും. അങ്ങനെ എല്ലാവരും ദേ ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇവിടെ തന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാം എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് കഴിച്ചിട്ട് ഇറങ്ങുന്നേ ഉള്ളൂ. നമ്മൾ ധൃതിപ്പെട്ടിട്ട് പോയിട്ടും കാര്യമില്ലല്ലോ. അങ്ങോട്ടങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ ഭക്ഷണം കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. ബുഫയാണ്, കുറേ ഐറ്റംസ് ഉണ്ട്. ഞാൻ തലേദിവസം ഡിന്നറിൻ്റെ ഐറ്റംസ് ഒക്കെ കാണിച്ചിരുന്നല്ലോ, കുറേ ഉണ്ടായിരുന്നു. അതും ഞങ്ങൾ ആവശ്യത്തിന് കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. വയറ് സ്റ്റഫ് ചെയ്ത് വെച്ചാൽ പിന്നെ എവിടെയാണോ കിട്ടുന്നത് അവിടെ നിന്ന് കുറച്ച് മഞ്ച് ചെയ്താലും പോയാൽ മതിയല്ലോ. നമ്മൾ പട്ടിണി കിടന്ന് പോകാൻ നമുക്ക് പറ്റത്തില്ല. യാത്ര ചെയ്യുമ്പോൾ അതും പണി കിട്ടും. അധികം ആളുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു. അപ്പോൾ ആവശ്യത്തിന് ഉള്ളത് ഓരോരുത്തരെടുത്തു. അങ്കു എന്തോ പാൻ കേക്കോ കാര്യങ്ങളോ അങ്ങനെയുള്ളതൊക്കെയാണ് എടുത്തത്. രാക്കേ പിന്നെ മസാല ദോശയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അത് നമുക്ക് പറഞ്ഞാൽ കൊണ്ടുവരും, ചൂടോടെ കൊണ്ടുവരും. ബാക്കിയെല്ലാം നമുക്ക് അവിടെ പോയി എടുക്കാം. ഞാൻ എന്തേ കുറച്ച് ഉപ്മാവും എന്തൊക്കെയോ അവിടെ കണ്ടതൊക്കെ എടുത്തു. ബോയിൽഡ് എഗ് പിന്നെ ഞാൻ എന്നും കഴിക്കും. രാക്കയുടെ മസാല ദോശയും വന്നിട്ടുണ്ട്. ഒരു മസാല ദോശയും കൂടെ ഞാൻ പറഞ്ഞു, കാരണം രാക്കയ്ക്ക് മസാല സെപ്പറേറ്റാണ് വെച്ചത് കേട്ടോ. പിന്നെ അടുത്ത് സ്റ്റഫ് ചെയ്ത് ഒരെണ്ണം കൊണ്ടുവരാൻ പറഞ്ഞു. അതിന് ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് ബാക്കി രാക്ക തന്നെ കഴിച്ചു. ലാസ്റ്റ് കുറേ ഡെസേർട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ച് ചായയും കുടിച്ചിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മതിയാക്കി. ഇനി നമ്മൾ നേരെ യാത്ര തുടങ്ങാൻ വേണ്ടി റൂമിലേക്ക് പോകണം. അപ്പോൾ ഇതായിരുന്നു ഡെസേർട്ട് സെക്ഷൻ, ഡോണറ്റ്സോ കാര്യങ്ങളോ. ഇത് മൊത്തത്തിൽ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ഓരോരുത്തരും അതിനകത്തുനിന്ന് കഴിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചായയുടെ കൂടി ഡെസേർട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ, ഈ ബണ്ണും ഡോണറ്റും ഒക്കെ. ഇങ്ങനെ തിരിച്ച് വന്ന് നമ്മുടെ 217 ആയിരുന്നു റൂം നമ്പർ. ചെക്കൗട്ടായി ഝാൻസിയോട് വിട പറഞ്ഞ് സരോവർ പൊട്ടികയോട് വിട പറഞ്ഞത് ഇറങ്ങുകയാണ്. നല്ല സ്റ്റേ ആയിരുന്നു. അപ്പോൾ ആരെങ്കിലും ഝാൻസി വഴിയൊക്കെ വരികയാണെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും നിൽക്കാൻ നല്ല സേഫാണ്. ഇതിനോട് ചെറിയൊരു മോളും കൂടെ ചേർന്നുണ്ട് കേട്ടോ, സിനിമ തിയേറ്ററോ കാര്യങ്ങളോ ഒക്കെ ഉള്ളതാണ്. നമ്മൾ നമ്മുടെ റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഹരിയാന വീട്ടിൽ നിന്നാണ്. പിന്നെ നമ്മൾ യു പി കയറും, അതിനുശേഷം കുറച്ച് രാജസ്ഥാനും കവർ ചെയ്യും. അതിനുശേഷം മധ്യപ്രദേശിൽ കയറും. മധ്യപ്രദേശ് കഴിഞ്ഞിട്ട് വീണ്ടും യു പിയിൽ കുറച്ചും കൂടെ കയറിയിട്ട് വീണ്ടും മധ്യപ്രദേശിലോട്ട് പോകും. നമ്മൾ യു പി ആ ഇടയ്ക്ക് ഇറങ്ങിയതാണ് ഝാൻസി. വീണ്ടും നമ്മൾ മധ്യപ്രദേശിലോട്ട് കയറും. ശരിക്കും മധ്യപ്രദേശ് കുറേ ഉണ്ട് കേട്ടോ, യാത്ര ചെയ്ത് ഇങ്ങനെ പോകും നമ്മൾ. അപ്പോൾ ഇടയ്ക്കൊന്ന് ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് കണ്ട ഒരു സ്ഥലത്തോട്ട് നിർത്തി. ഞാൻ പറഞ്ഞല്ലോ, നല്ല സ്ഥലം എവിടെ കാണുന്നുണ്ടോ അവിടെ നിർത്തണം. എന്തെങ്കിലും വേണമെങ്കിൽ ബാത്റൂമും കാര്യങ്ങളും ഒക്കെ അപ്പം തന്നെ ചെയ്ത് തീർക്കണം. ആണുങ്ങൾക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല, നമുക്കാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ പ്രശ്നം. അപ്പോൾ എവിടെയാണ് നല്ലത് കാണുന്നത് അവിടെ നിർത്തി നമ്മളൊന്ന് റിഫ്രഷ് ആയിട്ടേ പിന്നെ പോകത്തുള്ളൂ. അല്ലെ പിന്നെ ഇങ്ങനെ പരന്ന് കിടക്കുന്നതുകൊണ്ട് കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കിതേ നല്ലൊരു സ്ഥലം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ജൽസ എന്നാണ് ഈ സംഭവത്തിൻ്റെ പേര്. നമ്മൾ ജസ്റ്റ് ഒരു ചായ കുടിക്കും, പിന്നെ ഒന്ന് ടോയ്ലറ്റിൽ കയറും. കാരണം വയറ് സ്റ്റഫായിട്ടിരിക്കുകയാണ്, അതിനായിട്ടൊന്ന് കയറിയതാണ്. മെയിൻലി എനിക്ക് ടോയ്ലറ്റിൽ പോകുന്നതിനാണ്. നല്ല ടോയ്ലറ്റ്സ് ഒക്കെ ആയിരുന്നു. താഴെ റൂമും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു. നല്ല കാറ്റായിരുന്നു കേട്ടോ, ചെറുതായിട്ട് മഴയും പൊടിക്കുന്നുണ്ടായിരുന്നു. പാക്കുമരം പോലെ
പാക്കിൻ്റെ ആ ഒരു കമുക് പോലെ അല്ല, പക്ഷെ എന്തോ റിസംബ്ലൻസ് ഉള്ളൊരു മരമാണ്. അതിലേക്ക് ഇത് കുറേ പാക്ക് പോലെ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നുണ്ട്. ഞാനതൊന്ന് എടുത്തു. ഇതൊക്കെ ഓരോ സ്ഥലത്തും ഓരോ രീതിയല്ലേ. പാക്കാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. ഇതൊരു ശരിക്കും കാടാട്ടോ, മൊത്തത്തിൽ ചുറ്റും കാടാ. തേക്ക് പോലത്തെ, എനിക്കൊന്നും തേക്ക് തന്നെയാണെന്ന് തോന്നുന്നു. തേക്കിൻ്റെ തടികളാണ് ചുറ്റും നിൽക്കുന്നത്. ചൂടായതുകൊണ്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു മരങ്ങളെല്ലാം. താഴെ ഞാൻ പറഞ്ഞല്ലോ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഫാമിലി ആയിട്ടാണ് പിള്ളേരൊക്കെ അവിടെ നിന്ന് കളിക്കുന്ന കാണായിരുന്നു. ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടോയ്ലറ്റ് നല്ല നീറ്റായിരുന്നു. ചുറ്റും കാടാണ്. എനിക്കൊന്ന് ആൾക്കാരിങ്ങനെ താമസിക്കാനൊക്കെ വരുന്ന സ്ഥലമാണെന്ന് തോന്നിയത്. അവിടെ ഒരു ഊഞ്ഞാലിൽ അങ്കിത് കുറച്ച് നാടിയിട്ട് അവന് മാഗി വേണമെന്ന് പറഞ്ഞ് ചൂടോടെ ഒരു മാഗി, മസാല മാഗി ഉണ്ടല്ലോ, അത് ഓർഡർ ചെയ്ത് അവൻ അത് കഴിക്കുകയാണ്. ഞങ്ങൾ പിന്നെ വേറെ ഒന്നും ഓർഡർ ചെയ്തില്ല കേട്ടോ. എന്തൊക്കെ കഴിക്കാൻ ഉണ്ടായിരുന്നു, പക്ഷേ വയറ് സ്റ്റഫായിട്ടിരുന്നോണ്ട് വെറുതെ നമ്മൾ കുത്തിക്കയറ്റി കഴിച്ചിട്ടും കാര്യമില്ല. ഓരോ ചായ മാത്രം കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇനി ഇറങ്ങും. ഞാൻ പറഞ്ഞല്ലോ മരങ്ങളിങ്ങനെ നിൽക്കുന്നേ, എന്തൊക്കെയോ മരങ്ങളുണ്ട്. ഇടയ്ക്ക് എനിക്ക് തേക്ക് മരം പോലെയൊക്കെ തോന്നി. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെയൊക്കെ നല്ല പച്ചപ്പായിരിക്കും, കാരണം നല്ല മഴ പെയ്യും. മഴക്കാലമാണ്, അപ്പോൾ ആ സമയത്ത് ഓൾമോസ്റ്റ് മൺസൂൺ ടൈമാണ്. ഇനി അടുത്തത് നമുക്ക് മഹാരാഷ്ട്ര നാഗ്പൂരായിരിക്കും സ്റ്റേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.